My dears, today we are going to discuss our new chapter Melaramne Goja Mowgli ki question answers. Okay, so please take page number 70. There, बाड़े में first question, बाड़े में आधी रात को मेलाराम ने क्या देखा? അവർ കൂട്ടിൽ ആടിൻ്റെ കൂട്ടിൽ ആദിരാത്രി മീൻസ് പാതിരാത്രി മേലാറാം എന്താണ് കണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് बाड़े में आधी रात को मेलाराम ने देखा कि दरवाज़ा टूट पड़ा है. The door was broken. एक बकरी गिरी पड़ी थी. ഒരാട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. उसके पेट से खून बह रहा था. Blood flows from its wound. അല്ലേ, അത്രയും കാഴ്ചകളാണ് മേലാറാം ആ ഒരു പാതിരാത്രി അദ്ദേഹത്തിന് കാറ്റിൽ ഫാമിൽ കണ്ടത്. അല്ലേ, അദ്ദേഹത്തിന് ആ ഒരു ആടിൻ്റെ കൂട്ടിൽ കണ്ടത്. നെക്സ്റ്റ് വൺ, പോലീസ് കോ ഗീലി മിട്ടി പർ കൈസെ നിഷാൻ മിലി. എന്ത് അടയാളമാണ് മേജർ നിക്സന് ആ ഒരു നനഞ്ഞ മണ്ണിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത്. പോലീസ് ने गीली मिट्टी पर किसी के कदमों के निशान देखे. पैरों के साथ ही हथेलियों की छाप भी थी. പോലീസിന് ആ നനഞ്ഞ മണ്ണിൽ നിന്ന് ആരുടെയോ കാലിൻ്റെ അടയാളം, അതുപോലെ തന്നെ കാലിൻ്റെ അടയാളത്തിൻ്റെ കൂടെ തന്നെ കൈപ്പത്തിയുടെയും ഹത്തേലിയോ കി ചാപ്പ് ബീതി, കൈപ്പത്തിയുടെയും അടയാളം കൂടി ആണ് ലഭിച്ചത്. സോ തേർഡ് വൺ, മന്ദിർ മേ കുത്തെ പർ കോൺ ചവിട്ട. ആ പൊട്ടിപ്പൊളിഞ്ഞ അമ്പലത്തിൽ വെച്ച് നായയുടെ മുകളിൽ എന്താണ് വന്ന് പതിച്ചത്? യെസ്, മന്ദിർ മേം കുത്തെ പർ ഏക് അജീബ് പ്രാണി ചവിട്ട. ഒരു വിചിത്രനായിട്ടുള്ള ഒരു ജീവിയാണ് വന്ന് പതിച്ചത്. ഉസ്കി വിശേഷത ക്യാ ഹൈ ദേഖിയേ. ഉസ്കാ ശരീർ തോ ആദ്മി കാ താ, ബോഡി ലൈക്ക് ആസ് ഹ്യൂമൻ लेकिन हाव भाव जानवर के थे. फिर लेकिन हाव भाव बिहेवियर लाइक एज एन एनिमल, isn't it? So next one, मेजर निक्सन ने उस प्राणी को देखकर क्या अनुमान लगाया? മേജർ നിക്സൺ ആ പ്രാണിയെ കണ്ടിട്ട് എന്ത് അനുമാനമാണ് എടുത്തത്? അനുമാനം മീൻസ് ഒരു ഏകദേശം ഒരു ഐഡിയ. ഓക്കെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? മേജർ നിക്സൺ ने उस प्राणी को देखकर अनुमान लगाया कि बचपन में इसे किसी भेड़िए ने चुरा लिया था. കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു മനുഷ്യക്കുട്ടിയെ ആരോ കട്ടുകൊണ്ടുപോയതാണ്. ആരാണ്? ബെഡിയ മീൻസ് ആദിവാസികൾ. നർബെഡിയ മീൻസ് നരഭോജികളായിട്ടുള്ള ആദിവാസികൾ. നരഭോജി മീൻസ് അറിയാലോ, മനുഷ്യരെ പോലും കൊന്നു തിന്നുന്ന ജീവികൾ. മനുഷ്യ വിഭാഗം തന്നെയാണല്ലേ ആദിവാസികൾ. ഓക്കെ, അപ്പോൾ ഉസ്കി സംഗത് മേരയൊക്കെ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഈ ബെഡിയോ കീ തര ശിക്കാർ കർണേ ലഗാ ഹൈ. അവരുടെ കൂട്ടത്തിൽ ജീവിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ബെഡിയ ശിക്കാർ കർണേ ലഗ, അവരെ പോലെ വേട്ടയാടാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മൈ ഡിയേഴ്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ നിക്സൺ ने मेलाराम को शाबाशी क्यों दी? വൈ മേജർ നിക്സൺ അപ്രീഷിയേറ്റ് മേലാറാം? എന്തിനാണ് അപ്രീഷിയേറ്റ് ചെയ്തത്? എന്തിനാണ്? മേജർ നിക്സൺ ने मेलाराम को शाबाशी दी क्योंकि उसकी हिम्मत के कारण ही നർബെഡിയെ കാ പത്താ ചല. നമ്മുടെ മേലാറാമിൻ്റെ ആ ഒരു ധൈര്യം കാരണമാണ് ഈ നരഭോജികളായിട്ടുള്ള ആദിവാസികളെക്കുറിച്ച് വിവരം ലഭിച്ചത്. അതുകൊണ്ടാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, प्रसिद्ध साहित्यकार रुडयार्ड किपलिंग ने बाल भगवान का किस्सा कहाँ पढ़ा? किस्सा मीन्स സ്റ്റോറി. ഓക്കെ, പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള റുഡയാർഡ് കിപ്ലിംഗ് ബാലഭഗവാനെ കുറിച്ചുള്ള സ്റ്റോറി എവിടെയാണ് വായിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ, प्रसिद्ध साहित्यकार रुडयार्ड किपलिंग ने बाल भगवान का किस्सा विलियम स्लीमन की पुस्तक द रेबल्स एंड रिकलेक्शंस ऑफ an Indian official में पढ़ा था. പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള റുഡയാർഡ് കിപ്ലിംഗ് ബാലഭഗവാനെ കുറിച്ചുള്ള സ്റ്റോറി വില്യം സ്ലീമൻ്റെ പുസ്തകമായിട്ടുള്ള ദി റെബൽസ് ആൻഡ് റിക്ലേഷൻസ് ഓഫ് ആൻ ഇന്ത്യൻ ഒഫീഷ്യൽ മേ പഠ ധ. ഓക്കെ, അപ്പോൾ ആ ഒരു പുസ്തകത്തിൽ നിന്നാണ്, വില്യം സ്ലീമൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ബാലഭഗവാനെ കുറിച്ചുള്ള സ്റ്റോറി റുഡയാർഡ് കിപ്ലിംഗ് വായിച്ചത്.